നമ്മൾ വിചാരം, വാക്ക്, പ്രവൃത്തി. വ്രതം വദിഷ്യാമി, സത്യം വദിഷ്യാമി. നല്ലത് കാണുക. ആദ്യം ചൊല്ലിയല്ലോ, ഭദ്രം കർണേഭിഃ ശൃണുയാമദേവ. ചെവി കൊണ്ട് നല്ലത് കേൾക്കുക, കണ്ണുകൊണ്ട് നല്ലത് കാണുക, നല്ല വാക്ക് പറയുക, നല്ല വിചാരമുണ്ടാവുക. നല്ല വിചാരത്തിൽ നിന്നാണ് നല്ല വാക്കുണ്ടാവുക, നല്ല വാക്കിൽ നിന്നാണ് നല്ല പ്രവൃത്തി ഉണ്ടാവുന്നത്. നമ്മൾ ചിന്തിക്കുന്നതാണ് വാക്കായിട്ട് വരുന്നത്. ഇന്ന് പറഞ്ഞതാണ് അത് പിന്നീട് ചിന്തയായി, നമ്മുടെ ഓർമ്മയായി വീണ്ടും രൂപപ്പെടുത്തി വരുന്നത്. നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, ഏത് രീതിയിലാണ് നമ്മുടെ മനോഭാവം, നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അത് ചെറിയ കുട്ടിയായ ചെറിയ സമയം മുതൽ നമ്മൾ തുടങ്ങണം, ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങണം. അത് ആധ്യാത്മിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാകണം. നമുക്ക് ഭൗതികമായ ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, അത് ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അധ്യാപകരാകട്ടെ, സമ്പന്നനാകട്ടെ, ദരിദ്രനാകട്ടെ, സിനിമാ നടിയാവട്ടെ, നടനാവട്ടെ, പെട്ടെന്ന് ജീവിക്കണ്ട എന്ന് തോന്നി ദേഹഹത്യ ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമായി പ്രത്യേകിച്ചും ഹിന്ദു സമൂഹം മാറി. പുതിയ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. എന്തേ കാരണം? നമുക്ക് നമ്മളെ അറിയില്ല. ഞാൻ ആരാണെന്ന് സ്വയം അറിയില്ല. ഞാൻ ആരാ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ എന്ന് പറയുന്ന ആരാണെന്ന്? ഈ വേണ്ടതും വേണ്ടാത്തതെല്ലാം ചിന്തിച്ചു കൂട്ടുന്ന മനസ്സാണോ ഞാൻ? അല്ല, ഈ ശരീരം, ശരീരേതി ശരീരം, നശിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരമാണോ ഞാൻ? ചിന്തിക്കാൻ എപ്പോഴും സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയപ്പോഴും ഞാൻ എന്നുള്ള ആ ഉണ്മ, അകത്തോട്ടുള്ള നിരീക്ഷണം കൊണ്ടാണ് നമ്മൾ വളരേണ്ടത്. അവിടെയാണ് ആധ്യാത്മികത, നിത്യത ആരംഭിക്കുന്നത്. ആരാണ് ഞാൻ? ശരീരം മരിച്ചു കഴിഞ്ഞാൽ ചിലർ നമ്മൾ പറയാറുണ്ട്, ഒരാൾ ഒരുപാട് നല്ല കാര്യം ആ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും യശശരീരനായി എന്ന് പറയും, അല്ലേ? യശസ്സാകുന്ന ശരീരത്തോടുകൂടി ജീവിക്കുന്ന ആൾ, അദ്ദേഹമാണ് ആ ക്ഷേത്രം കെട്ടിയത്, അദ്ദേഹമാണ് ആ സ്കൂൾ പണിതത്, അദ്ദേഹമാണ് ആ കുളം കുഴിച്ചത്, അദ്ദേഹമാണ് ആ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത്. അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ഈ നാടിനും ദേശത്തിനും ഒക്കെ അഭിവൃദ്ധി ഉണ്ടായത്. അപ്പോൾ യശസ്സാകുന്ന, കീർത്തിയാകുന്ന, ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സത്കർമ്മം ചെയ്ത് കൊണ്ട് ഉണ്ടായ ആ ജീവിതം തന്നെ യജ്ഞരൂപത്തിൽ ജീവിച്ചതുകൊണ്ട് അവനവൻ്റെ കർമ്മങ്ങൾ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്നതാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യശശരീരനായി, യശസ്സാകുന്ന ശരീരത്തോട്, കീർത്തിമാനായ ശരീരത്തോടുകൂടി ഇരിക്കുക എന്ന് പറയും. വാസ്തവത്തിൽ ഈ ശരീരം പഞ്ചഭൂതാത്മകമായി ശരീരം ഒരു ദിവസം പഞ്ചഭൂതങ്ങളായി വേർപിരിയും, അല്ലേ? എന്താവും? വിഭൂതിയായിട്ട്, ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭൂതി, അല്ലേ? ഭസ്മമായി മാറും. അതിനു മുമ്പേ അറിയേണ്ടതിനെ നമ്മൾ അറിയണ്ടേ ഞാൻ ആരാണെന്ന്? ആ അറിയാനുള്ള വേദിയാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ, ഉദയം മുതൽ, ഇന്ന് രാവിലത്തെ ഉദയം മുതൽ നാളെ രാവിലത്തെ ഉദയം വരെയാണ് ശിവരാത്രി വ്രതം. ആദ്യം നമ്മൾ ഒരു കുമ്പിൾ ജലമെടുത്ത്, അതിനു മുമ്പേ കുളിക്കുമ്പോഴൊക്കെ ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി എല്ലാ പുണ്യതീർത്ഥങ്ങളും ആവാഹിച്ച എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഴുക്കിനെയൊക്കെ കഴുകിക്കളയുന്നു എന്നുള്ള ഭാവനയിലെല്ലാം ശുദ്ധമാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുന്നത്, ശുദ്ധമായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കുമ്പിൾ ജലമെടുത്ത്, ഞാനിതാ മഹാദേവൻ്റെ ഈ പുണ്യതിഥിയിൽ ഈ ഭഗവത് ദർശനത്തിനായി വ്രതമനുഷ്ഠിക്കാൻ യഥാശക്തി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആ ജലത്തോട് പറഞ്ഞുകൊണ്ട്, സ്വയം പറഞ്ഞുകൊണ്ട്, ആ ജലം അർപ്പിച്ചുകൊണ്ട്, തീർത്ഥം സേവിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ വ്രതനിഷ്ഠ അതിന് സാക്ഷിയാവുകയാണ്.